പറ്റി അഞ്ജലി? എന്താന്ന് അറിഞ്ഞില്ല ശിവേട്ടാ, രാവിലെ മുതലേ തീരെ വയ്യ. അയ്യോ അഞ്ജലി, നല്ല പനിയുണ്ടെന്നാ തോന്നുന്നു. ഞാൻ വേണമെങ്കിൽ ഓഫീസിലേക്ക് ലീവ് ആക്കാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. അയ്യോ വേണ്ട ശിവേട്ടാ, ഇപ്പോഴാണ് നിങ്ങളെ പണിക്ക് പോകാൻ തുടങ്ങിയത്. ഇപ്പൊ തന്നെ ലീവ് ആക്കിയാ പിന്നെ ഈ പണിയും കൂടി നമുക്കില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. എനിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ പണിക്ക് പോകി, ഞാൻ നോക്കിക്കോളാം. ആ മൈനക്കുട്ടി, അമ്മയ്ക്ക് വയ്യ, നീ അമ്മനെ ശല്യപ്പെടുത്താതിരിക്കണം കേട്ടോ. അച്ഛൻ പണിക്ക് പോയിട്ട് വരാ. ആ ശരി മൈനക്കുട്ടി, അച്ഛൻ പണിക്ക് പോയിട്ട് വരാ. അച്ഛൻ പണി കഴിഞ്ഞ് വരുമ്പോ എന്റെ മൈനക്കുട്ടിക്ക് എന്താ വേണ്ടത്? ആ ശരി മൈനക്കുട്ടി, അച്ഛൻ വരുമ്പോ വാങ്ങിച്ചോണ്ട് വരാ. നീ അമ്മനെ നോക്കിക്കോ. ശരി അഞ്ജലി, എന്നാ ഞാൻ പണിക്ക് പോയിട്ട് വരാ. ആ ശരി ശിവേട്ടാ, നോക്കി പോയിട്ട് വരി. മൈനക്കുട്ടിക്ക് വിശക്കുന്നുണ്ടോ? ശരി മൈനക്കുട്ടിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അമ്മനെ കൊണ്ട് പറയിട്ടാ, അമ്മ വല്ലതും ഉണ്ടാക്കി തരാ. ഇത് കണ്ടോ മരുമോളെ, ഈ കുട്ടി പാറു കല്ലിന്റെ പൊക്കം കൂടി ഇല്ല, നിന്ന് തുണി അലക്കണത് കണ്ടോ? എന്താടി നീ നിന്ന് തുണി അലക്കിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ അമ്മ എവിടെ? കണ്ടോ മരുമോളെ, ഇന്നലെ അഞ്ജലി നിന്നോട് പ്രശ്നം ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ടാ ഇന്ന് അവൾക്ക് ദൈവം തന്നെ ശിക്ഷ കൊടുത്തിരിക്കുന്നത്. അത് ശരി, അഞ്ജലിക്ക് അങ്ങനെ തന്നെ വേണം. അമ്മേ, നമ്മുടെ വീട്ടിലും കൊറേ തുണി അലക്കാനുണ്ട്, അതൊക്കെ കൊണ്ടുവന്ന് ഈ കുട്ടി പിശാചിന്റെ തലയിൽ കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇരുന്ന് അലക്കിക്കോട്ടെ, അപ്പൊ നമുക്കും പണി മിച്ചം. ആ മരുമകളെ, അത് കിടിലൻ ഐഡിയ. ഇന്ന് അത്ര തുണിയും കൊണ്ടുവന്ന് ഈ കുട്ടി പിശാചിന്റെ കയ്യിൽ കൊടുത്ത് അലക്കാൻ പറയാ. തുണി കൊണ്ടുവന്ന് അവളുടെ കൊടുക്കാൻ പറയുമ്പോ നിനക്കെന്താ തള്ള ഇത്ര സന്തോഷം? തുണി അലക്കണ പണിന്ന് നീ എസ്കേപ്പ് ആകാൻ നോക്കുകയാണോ? മൈനക്കുട്ടി, എന്താ അത്? വിളിച്ച മൈനക്കുട്ടീനെ കാണുന്നില്ലല്ലോ, എവിടെ പോയി മൈനക്കുട്ടി? അയ്യോ, മൈനക്കുട്ടി പുറത്തെങ്ങാനും പോയിട്ടുണ്ടാവോ? ഈ മൈന, ഇതാ ആ തുണിയോടൊപ്പം ഈ തുണിയും ചേർത്ത് അലക്ക്. എങ്ങനെ അലക്കണം പറഞ്ഞ കൈയും കൊണ്ട് തന്നെ അലക്കണം. ഇത് നോക്ക് മൈനെ, അല്ലെങ്കിലേ നിങ്ങളുടെ വീട്ടിൽ കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല. ഇതിൽ വേറെ നിന്റെ അമ്മയ്ക്കും വയ്യ. ഇന്ന് നീ പട്ടിണി തന്നെ കിടക്കണം. അതിനേക്കാളും നല്ലത് ഈ തുണിയൊക്കെ നീ അലക്കി വെച്ചാ നിനക്ക് എന്റെ വീട്ടിലുള്ള പഴയ ചോറ് ഞാൻ തരാം. എന്താ അലക്കുവോ? തരാ, ആദ്യം അലക്ക്. ഞങ്ങൾ വരുമ്പോഴേക്കും ഈ തുണി മുഴുവൻ ഇരുന്ന് അലക്കിയിരിക്കണം.
അയ്യോ മൈനക്കുട്ടി, ശരി പോട്ടടാ. അമ്മ ഏതോ ദേഷ്യത്തിൽ പറഞ്ഞു പോയി. ഇനി ഇതുപോലെ ഒന്നും ചെയ്യണ്ടാട്ടോ. ശരി മൈനക്കുട്ടി, സാരമില്ല, പോട്ടെ. നീ വാ, നമുക്ക് വീട്ടിൽ പോവാം. ഞാനൊരു പാട്ട് പാടാം, പിന്നെ ഒരു ആട്ടമാടാം. അത് ശരി, എവിടെ ഈ കുട്ടിപ്പിശാചിനെ കാണുന്നില്ല? ഓ മൈ ഗോഡ്, തുണിയൊന്നും അലക്കിയിട്ടില്ലല്ലോ. എന്താ തള്ളേ, ആ കുട്ടിപ്പിശാചി എല്ലാ തുണിയും അലക്കി കഴിഞ്ഞോ? ഇല്ല മരുമോളെ, അവള് ഒരു തുണി പോലും അലക്കിയിട്ടില്ല. എല്ലാം അങ്ങനെ തന്നെ